ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന മാൻ സിറ്റി വേഴ്സസ് ചെൽസി മത്സരം 3-1 എന്ന ഗോൾ സ്കോറിന് മാൻ സിറ്റി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഒരു വിജയത്തോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 41 പോയിന്റുമായിട്ട് മാൻ സിറ്റി 4-ാം സ്ഥാനത്തും 40 പോയിന്റുമായിട്ട് ചെൽസി 6-ാം സ്ഥാനത്തേക്കും പിന്തള്ളിയിരിക്കുകയാണ്. ചെൽസി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഈ ഒരു സീസണിൽ ഇത്രയും അധപ്പതിച്ച ഒരു ചെൽസി ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. പല സമയത്തും ഇത് ചെൽസി തന്നെയാണോ, ഇപ്പോഴും ചെൽസി അല്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു ബെറ്റർ ഫോമിൽ നിൽക്കുന്ന ചെൽസി, അതും മാൻ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രൈം ഫോമിലുള്ള മാൻ സിറ്റി ആയി അല്ല ഇപ്പോൾ നിലവിലുള്ളത്. പ്രൈം ഫോമിലുള്ള സിറ്റി ആയിട്ടാണ് ചെൽസി ഇങ്ങനെ കളിക്കുന്നതെങ്കിൽ ഒരിക്കൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ സിറ്റീനെ സംബന്ധിച്ച് അവരും സർവൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവസാനം കളിച്ച PSG മാച്ചിൽ 4-2 എന്നുള്ള ബിഗ് സ്കോറിലാണ് അവരും ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് പ്രീമിയർ ലീഗിൽ ഒരു കംബാക്ക് വന്നത് റീസെൻ്റ്ലി കളിച്ച 6-0 എന്ന ഒരു മാച്ചിലാണ് അവരൊന്ന് കംബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരിക്കലും പഴയ സിറ്റിയുടെ ആ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റീൻ്റെ കൂടെയാണ് ഇത്രയും ഡിഫൻസ് എന്നെല്ലാം അട്ടപ്പട്ടലം ഫെയിലായിരുന്നു. എനിക്ക് ചെൽസിനെ കുറിച്ച് ഞാൻ ഓവറായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഇതുപോലൊരു ചെൽസിനെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. എന്നിട്ടും ഈ മണ്ടന്മാർ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സൈനിങ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴും ഗർണാച്ചോക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ കൊടുത്തിരിക്കുകയാണ്. അതും 70 മില്യൺ യൂറോയുടെ വലിയ മാർജിനാണ് ഗർണാച്ചോനെ കൊണ്ടുവരാൻ നോക്കുന്നത്. എന്തിനാണ്? ഓൾറെഡി സാൻജോനും യുണൈറ്റഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇഷ്ടം പോലെ പ്ലെയർ സബിൽ തന്നെ അവൈലബിൾ ആണ്. എന്നിട്ട് എന്തിനാണ് ഗർണാച്ചോനെ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിഫെൻസീവ്ലി തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ചെൽസിക്ക് നിലവിലുണ്ട്. എന്നിട്ട് അതൊന്നും എന്താ പറയുക, അതൊന്നും ക്ലിയർ ചെയ്യാതെ എന്തിനാണ് അറ്റാക്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് എന്താണ് ഇവരുടെ മെൻറ്റാലിറ്റി, മാനേജേഴ്സ് എന്താണ് തിങ്ക് ചെയ്യുന്നത് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ചെൽസി ആരാധകർ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ചെൽസിനെ കുറിച്ച് പറയാനുള്ളത്. വരും മത്സരങ്ങളിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.